പറഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോട് തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരദ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരദ. കിലുകിലകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. സൂപ്പർ നൈറ്റ്സ് പവർഡ് ബൈ ചുങ്കച്ചില്ലറയുടെ ഒരു സുന്ദര സായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? ചേട്ടാ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോഴേ ചേട്ടന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയാ? എടോ, ഞാൻ കുറച്ച് നാളായില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് എല്ലാ എപ്പിസോഡ് കഴിയുമ്പോൾ ആളുകൾ വിളിക്കാറുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിച്ചു കേട്ടോ. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു സൂപ്പറായിട്ട്, ഭയങ്കര ഭംഗിയാണ്, നല്ല ആങ്കറിംഗ് ആണ് പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ അല്ലേ? നല്ല ആങ്കറിംഗ്, നല്ല ഭംഗി അല്ലേ? എടോ, സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിശ്വസിക്കരുത്. എന്റെ അടുത്ത് അങ്ങനെ പറയാനുള്ളതായിരുന്നു ആർക്കൊന്നുമില്ലേ? ആർക്കും ഇല്ല അല്ലേ? എടോ, മുഖത്ത് നോക്കി നുണ പറയുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയും. മുഖത്ത് നോക്കി അവര് പറയും. ചേട്ടനോട് പറയണ്ട, എന്റെ അടുത്ത് അങ്ങനെ തന്റെ അടുത്ത് പറയേയില്ല അല്ലേ? ലക്ഷ്മിയുടെ കണ്ണൊരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കണ്ണാണ്. നന്നായി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നു. ഡാൻസ് ചെയ്യും ചേട്ടാ. ജിമ്മിൽ പോവില്ല? ഇല്ല, പക്ഷെ നന്നായി ഡാൻസ്. പക്ഷെ സൂപ്പർ ഫിഗറാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ മുഖത്ത് നോക്കി നുണ പറഞ്ഞില്ലേ? ഇല്ലേ? അല്ലേ? സെറ്റായില്ല കാര്യങ്ങള്. അതെ, എനിക്ക് ഈ ഷോ വഴിയേ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടോ? തനിക്ക് സിനിമയിലല്ലേ? മലയാള സിനിമയിൽ ഞാൻ ഈ ഷോ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറെ നല്ല ഡയറക്ടേഴ്സ് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു സിനിമകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഷോ ചെയ്തിട്ട് ആളുകളെ വെറുപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരൊക്കെ എന്നെ മാറ്റി വേറെ ആമ്പിള്ളേരെ കാസ്റ്റ് ചെയ്തു. അപ്പൊ തനിക്ക് സിനിമയിൽ ഞാൻ യാതൊരു ഭാവിയും കാണുന്നില്ല, ടെലിവിഷനിലും കാര്യമായിട്ട് കാണുന്നില്ല. ഇപ്പൊ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കും. സിനിമ സ്വപ്നം കൂടി കാണുന്നത്. ഓ സോറി കേട്ടോ. ഇന്നലെ രാത്രി ഒരാളെന്നെ ഫോൺ ചെയ്തു. സിനിമയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ എന്തോ എന്റെ ലക്ഷ്മിയുടെ നമ്പർ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാത്രി വിളിക്കേണ്ട പകല് വിളിച്ചാൽ മതി. എന്നെ വിളിച്ചു ഇന്നലെ രാത്രി എന്നെ വിളിച്ചു. പക്ഷെ അത് എന്നെ സിനിമയ്ക്ക് വിളിച്ചല്ല കേട്ടാ. എന്താ സംഭവം അറിയോ? ചേട്ടനോട് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതാണ്. ചേട്ടന്റെ ആങ്കറിങ്ങേ ലേശം വെറുപ്പിക്കലാണ്, ഇത്തിരി മോശമാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അറിയാവുന്ന പണി ചെയ്താൽ മതി എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. അതിനാ വിളിച്ചത്. താൻ പെട്ടെന്ന് ഒരു ദിവസം ദുബായി നിങ്ങളുടെ കയറി വന്നിട്ടേ താൻ എന്ത് പറയുമ്പോൾ ഞാൻ എടുക്കുമെന്ന് വിചാരിക്കണ്ട, മനസ്സിലായോ? തനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, തനിക്കൊരു പ്രശ്നമാണ്. എന്നെ ഇനി കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് എന്റെ ഒരു വൃത്തിയായിട്ട മോണ്ട താൻ കാണരുത് പ്ലീസ്. ഒരിക്കലും സംഭവിക്കില്ല. ഒരാൾക്ക് രണ്ട് വൃത്തിയായിട്ട എങ്ങനെ വരാനാണ്? എടോ, തുറന്നു പറയുന്നോണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. താൻ ഭയങ്കര ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. താൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം വന്നു. ഞാൻ ഗസ്റ്റിനോട് ചോദിക്കാൻ പറ്റിയ ചില ചോദ്യങ്ങളുണ്ട്, അത് താൻ കയറി ചോദിച്ചു. ഇനി ഞാൻ ഗസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം താൻ ചോദിച്ചാൽ മതി. അല്ല, ഞാനേ അതേ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചാൽ റിപ്പീറ്റേഷൻ ആവില്ലേ? നമുക്കൊരു കാര്യം ഷോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? അത് ചേട്ടൻ തന്നെ പറഞ്ഞാല്. ഇന്നത്തെ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു 30 വർഷത്തിൽ കൂടുതൽ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മലയാള സിനിമയിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്, ഏറ്റവും മികച്ച ഒരു അഭിനേതാവാണ് അദ്ദേഹം. നമുക്ക് വെൽക്കം ചെയ്യാൻ ഇന്ദ്രൻ ചേട്ടൻ. இளமை
இதோ இதோ இனிமை இதோ இதோ காலேஜ் டீனேஜ் பெண்கள் எல்லோருக்கும் என் மீது கண்கள் இளமை இதோ இதோ இனிமை இதோ இதோ காலேஜ் டீனேஜ் பெண்கள் எல்லோருக்கும் என் மீது கண்கள். Come on everybody! Hey, 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 woo, woo, woo! Hey, 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 woo, woo, woo! Hey, 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 leave it up, leave it, leave it up, leave it up! Hey, 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 woo, woo, woo! Hey, 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 woo, woo, woo! Hey, 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 hey. ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നന്മയുള്ള മനുഷ്യൻ, ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യൻ, ഏറ്റവും സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരാണെന്നത് മൊത്തം ഞാൻ എൻ്റെ 6 വർഷത്തിൽ കണ്ടതിൽ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, അതായത് ഇന്ദ്രൻ സാറിൻ്റെ ഒപ്പം ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായമാണ്. അതായത് നമ്മളെല്ലാ ആക്ടേഴ്സും നമ്മളുടെ ഒരു ഒബ്സർവേഷനിൽ നമ്മൾ കൂടുതൽ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. നമ്മളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്പേസിനെ കുറിച്ചും പെർഫോമൻസ് ഇതൊന്നുമില്ലാത്ത, അതായത് അങ്ങനെ ഒരു കളങ്കവും ഇല്ലാത്ത നന്മ മാത്രമുള്ളൊരു മനുഷ്യനാണ് ഇന്ദ്രൻ ചേട്ടൻ. ചേട്ടാ പറയും പുതിയ വിശേഷങ്ങൾ എന്താണ്, പുതിയ സിനിമാ വിശേഷങ്ങൾ? കുറെ നല്ല സിനിമകൾ തന്നെ, എപ്പോഴും നല്ല സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഓരോ സിനിമയും നമുക്ക് വീണ്ടും വീണ്ടും ആവേശവും പ്രതീക്ഷയും ഒക്കെയാണ്. ഗോഡ്സെ വരുന്നുണ്ട്, പാവ വരുന്നുണ്ട്, അങ്ങനെ കുറെ പടങ്ങളുണ്ട്. ഗോഡ്സേയിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ തകർത്തിരിക്കുക. തകർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണല്ലോ ഗോഡ്സെ എന്ന് പറയുന്നത്. ഇപ്പൊ ചേട്ടന് ഇതേപോലെ ഒരുപാട് വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആസ് ആൻ ആക്ടർ ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ. ഇപ്പൊ ഏറ്റവും എടുത്തു പറയാൻ വേണ്ടി വരും അപ്പോത്തുഗിരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ചേട്ടൻ്റെ ആസ് ആൻ ആക്ടർ ക്വാളിറ്റി ഭയങ്കര എവിഡൻ്റ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ആക്ടിങ് കരിയറിൽ ഈ മൊമെന്റ് വരെ ഞാൻ ചെയ്ത കലാപ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ ഗോഡ്സേലെ ക്യാരക്ടറാണ്. കാര്യം ഞാനും കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് അതില് ഈ ഗോഡ്സെ എന്ന് പറഞ്ഞ സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ നമ്മൾ ഒരുമിച്ച് ചെയ്ത്, ശരിക്കും ഒരു ഡ്രങ്കേഡ് ആയിട്ടുള്ള ഒരാള് ഒരു പരിപാടി അവതരിപ്പിച്ച ആള് ഗാന്ധിയൻ ആയി തീരുന്നതാണ് കഥ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫാക്ട്, ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഗോൾഡൻ പീരീഡ്. ഇപ്പൊ ഞാൻ കൊച്ചിയിലായി കണ്ട ഇന്ദ്രൻ ചേട്ടൻ മൊത്തം എല്ലാ സിനിമകളും, പ്രത്യേകിച്ച് രാജസേനൻ സാറിന്റെ സിനിമകളിലൊക്കെ കണ്ടിന്യൂസ്ലി ഹ്യൂമറസ് റോൾസ് ചെയ്ത് നിങ്ങളുടെ കരിയറിന്റെ ഈ ഒരു കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ഭയങ്കര സീരിയസും ഭയങ്കര ഇന്റൻസും, അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ സിനിമ മൺട്രോ തുടുത്തെടുത്താലും അപ്പോത്തുഗിരി എടുത്താലും എല്ലാത്തിലും ഒരു എന്താ പറയാ വേറൊരു ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അത്തരം വേഷങ്ങൾ കിട്ടുന്നു. അത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ എങ്ങനെ നോക്കിക്കാണുന്നു കേട്ടോ? എനിക്കറിയാൻ വയ്യ, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് നമ്മളിങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നു, ഒപ്പം കുറേ കാഴ്ചകളൊക്കെ കാണുന്നു. അതിൽ നല്ലതിൽ നമ്മൾ കണ്ണുടക്കിയാൽ അത് നമ്മുടെ മനസ്സിൽ കിടക്കും. അതിനു വേണ്ടിയുള്ള യാത്രയല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ കോമഡി കളിച്ചതിൻ്റെ ഒരു ഊർജം ഭയങ്കരമാണ്. കളിക്കുന്നതന്നെ അത് കോമഡി ചിന്തിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ചിരിച്ച മുഖം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. അതുപോലെ നമുക്കുള്ളിൽ ചിലപ്പോൾ നല്ല സിനിമയോ നല്ല കഥാപാത്രങ്ങളോ കൂടക്കി കിടന്നാൽ എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ നമുക്ക് അത് നമ്മളിൽ എവിടെയോ ഉണ്ട്, അതങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം നമുക്ക് കുറച്ചൊരു ഊർജ്ജക്കുറവ് വരും. നേരത്തെ ആ തുള്ളിച്ചാട്ടമൊക്കെ പോയിട്ട് പിന്നെ ഒരാൾ വിഷമിച്ചിരിക്കുമ്പം നന്നായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ മോഹം ഇങ്ങനെ അപ്പോഴും നമുക്കൊരു വിഷമമാണ്. മറ്റേ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പവർ വേണം. അപ്പൊ അതൊക്കെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഇപ്പൊ ഈ കരിയറിന്റെ ഈ ഒരു ടൈമില് വേഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. സത്യം, ഇല്ലെങ്കിൽ മണിയായിട്ട് ഒടുങ്ങിപ്പോയത്. അത് ഭാഗ്യം, പ്രാർത്ഥന. സ്റ്റേറ്റ് അവാർഡ്, ഒരുപാട് അവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ തന്നെ ഇന്റർനാഷണൽ അവാർഡ് ഷോയിൽ ഒരു ക്യാരക്ടർ ആക്ടറിന്റെ അവാർഡ് ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ പോലെ ചേർന്ന് കിട്ടിയിരുന്നു. അതെ. ഇന്ദ്രൻ ചേട്ടനെ പിന്നീട് ആരെങ്കിലും ജീവിതത്തിൽ കൊടക്കമ്പി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഓർമ്മിപ്പിക്കും. ആ കൊടക്കമ്പി മനസ്സിന്ന് മായല്ലേ എന്ന് വിചാരിച്ചിട്ടാ. സിനിമാ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
കുറേ 10-32 ആവും. ആണല്ലേ ആണല്ലേ. ഇപ്പൊ ലീല എന്നുള്ള ഈ അടുത്തിറങ്ങിയ സിനിമയിൽ ഇന്ദ്രൻ ചേട്ടൻ വളരെ എന്താ പറയുക പകുതി ഹ്യൂമറസും പകുതി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പൊ അധികം ക്യാരക്ടർ റോൾസിലേക്കാണ് പോകുന്നത് തോന്നുന്നുണ്ടോ? ഹ്യൂമർ കുറഞ്ഞു വരാൻ തോന്നുന്നുണ്ടോ ഇന്ദ്രൻ ചേട്ടന്? ഹ്യൂമർ ചെയ്യുമ്പോഴും ഇപ്പോഴും ഒരു ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗ്സ് ഒക്കെ വരുന്നെങ്കിലും അതൊരു ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തിട്ടേ ഉള്ളൂ. ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല, അത് ക്യാരക്ടർ തന്നെയായിരുന്നു. ആ സ്വഭാവം തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റം വരുന്നതിൽ ഒരു ഇഷ്ടമുണ്ട്. കുറച്ചുകൂടെ ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ ശരിക്കും വായനയായിട്ട് ഒരുപാട് ചേർന്ന് വരുന്ന അത്തരം ക്യാരക്ടർ ചെയ്യുമ്പോഴാണ്. ഇല്ലാത്തപ്പോൾ നമുക്ക് കുറച്ച് ഊർജ്ജം ഉണ്ടെങ്കിലും അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതിലേക്ക് അങ്ങനെ ആയിപ്പോണെന്ന് തോന്നുന്നു. അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇന്ദ്രൻ ചേട്ടൻ ഭയങ്കര ഒരു റീഡറാണ്. ചേട്ടൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ട്. അത് മലയാള സാഹിത്യം, അതായത് ഞങ്ങൾക്ക് ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ന്യൂസ് ജനറലി ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇമേജിൽ ഒരിക്കലും ഒരു റീഡർ കടന്നു വരുന്നില്ല അല്ലേ? പക്ഷെ ഒരുപാട് വായിക്കുന്ന ഒരു ഇതുപോലെ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ? അതങ്ങനെ പറയാൻ പറ്റൂല. നമുക്ക് ആദ്യം വായിച്ചു തുടങ്ങണായിരിക്കും നമ്മൾ മനസ്സിൽ കിടക്കണത്. അങ്ങനെ നമുക്കിപ്പം വി വിജയൻ, BS കാണ്ടേക്കർ അങ്ങനെയൊക്കെ ഉള്ള ജയാദി മുതലൊക്കെ ഉള്ള വലിയ വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ. അതെല്ലാരും നമ്മൾ അങ്ങനെ നിൽക്കും. ഇന്ദ്രൻ ചേട്ടൻ്റെ ആദ്യ ചിത്രം ഏതായിരുന്നു? ചൂതാട്ടം. ഓർമ്മയുണ്ടപ്പോ? കോസ്റ്റ്യൂമറായിട്ട് ആദ്യം വന്നത് പടമാണ്. അതിൽ തന്നെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു, ഡബ് ചെയ്തു, എല്ലാം ആ സിനിമയിൽ തുടങ്ങി. ബ്രേക്ക് CID ഉണ്ണികൃഷ്ണനാണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാലയോഗം, ധനം, ആധാരം അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. സ്ഫടികത്തില് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സീനില്ലേ ഇങ്ങനെ അത് നല്ല അടിപൊളി സീനായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മപ്പെട്ടെന്ന് പറയുന്നത് എന്താ അറിയോ, ഒരു മുറൈ വന്ന് പാത്തായ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കൺമേലിൽ 2-3 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് രാജസേനന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര തുടക്കം മുതൽ കുറെ പടങ്ങൾ എല്ലാ സിനിമകളും തുടർച്ചയായിട്ട് ചേട്ടനെ കാസ്റ്റ് ചെയ്യുന്ന ഒരു ചേട്ടൻ ശരിക്കും ഇപ്പൊ വസ്ത്രാലങ്കാര രംഗത്തിൽ നിന്നാണ് ഇപ്പൊ അഭിനയത്തിലേക്ക് വന്നത്. ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെയും, അല്ലെങ്കിൽ ഇന്നത്തെ ഫാഷനെ കുറിച്ചിട്ടൊക്കെയുള്ള ചേട്ടൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ചേട്ടൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇന്ന് ഭയങ്കര ഇതല്ലേ, നല്ല കളർഫുൾ അല്ലേ, നിറമല്ലേ, ഒരുപാടില്ലേ. ഇപ്പൊ തന്നെ നിങ്ങളത് എന്താ കിടിലൻ കോട്ടൊക്കെ മറ്റേ ഇങ്ങനെ കോട്ട് കാണൂല, കോട്ടിട്ട് അകത്ത് ടൈയും അതൊക്കെയാണ് എൻ്റെ ഒരു നമ്മൾ കാണുന്നത്. നമ്മൾ ഇംഗ്ലീഷുകാരൊന്ന് അനുകരിക്കുന്നതാണ്. പിന്നെ അന്നൊക്കെ മുതലുള്ള എൻ്റെ ഒരു ആദി ഉണ്ടായിരുന്നു. കുറച്ച് മുൻപ് ജനിച്ചു പോയവരുടെ ഒരു ആദിയുണ്ടല്ലോ. അന്ന് ശരിക്കും അപൂർവമായിട്ട് എവിടെയെങ്കിലും അമേരിക്കയിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നൊക്കെ ചില ഫാമിലി വരും. ഞങ്ങളുടെ ചെറിയ കീഴ് കാട്ടാക്കട ഭാഗത്തൊക്കെ അങ്ങനെ കുറേ പേരുണ്ട് തിരുവനന്തപുരത്ത്. അവർ വരുമ്പോഴാണ് അതിൽ ഏതെങ്കിലും മുതിർന്ന ഒരു അമ്മ അങ്ങനെ പാൻറ് ഇടുന്നത്, പാൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നോ ഒന്നും എല്ലാവരും ശ്രദ്ധിക്കും. അവ പറയും അവരെ മതാമാന്ന് നമ്മൾ പറയും. അങ്ങനെ അപൂർവമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ്, എൻ്റെ ആദ്യം പറഞ്ഞതാണ്. തെറ്റല്ലാന്ന് ഇപ്പൊ ബോധ്യം, എല്ലാവരും ഇടുവല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെ വേലിത്തമ്പി നിലവേര വേഷമാണ് ഞാൻ കണ്ടു കുറേ നേരം നിന്നിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വേലിത്തമ്പി നിലവേര ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോട്ട്, ഇങ്ങനെ ഒരു കെട്ട്, ഒരു ഫ്രാക്ക്, അടിയിലൊരു പാൻറ്. അതിപ്പോ എല്ലാവരുടെയും കോമൺ ആയിട്ട് പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്. അപ്പൊ അതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, അത് പാഷൻ. അതാണ് അന്നത്തെ രാജാവ് ആ രീതി മാറി എന്ന് പറയുക. അന്നത്തെ രാജാവിട്ടിരുന്നത് ഇന്ന് പെണ്ണുങ്ങളിട്ടാണ്. പണ്ട് ചേകോമാരിട്ടിരുന്നാണ് ഇപ്പൊ വേലിത്തമ്പി നില. ഇനി ശ്രദ്ധിച്ചോ, പുള്ളിയാണ് മറ്റേ ലെഗിങ്സ് കണ്ടുപിടിച്ച ആദ്യത്തെ ആള്. ലെഗിങ്സ് ഒക്കെ ഡാൻസ് പഠിക്കാൻ പോകുന്നവര് ഇങ്ങനെ കറങ്ങിയൊക്കെ സ്കെർട്ട് അങ്ങനെ മാറിയാലും നാണം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടതാ. അതിപ്പോ നാണമില്ലാണ്ട് പുറത്തേന്ന് ഇട്ടുകൊണ്ട് നടക്കുന്നത്. മറ്റേ വെറുതെ ഇട്ടിരുന്ന സത്യമായിട്ട്. ഇന്ദ്രൻ ചേട്ടന് പഴയകാല നായികമാരുടെ ഒക്കെ ഒരു കാറ്റലോഗ് മെഷർമെന്റ്സിന് ഉണ്ടെന്ന് അത് ഉണ്ടോ? അതറിയോ? ഓർമ്മയുണ്ടോ? കാറ്റലോഗ്സ് അന്ന് ഇപ്പോഴതിന്റെ ആവശ്യമില്ല. എന്നറിയോ, ആദ്യത്തെ ഒരു പടത്തില് നമ്മൾ കണ്ട പിന്നെ അടുത്ത പടത്തിൽ അവരെ കാണൂല്ലല്ലോ. നമ്മൾ ഇവിടുന്ന് നല്ല പട്ട് തുടക്കം ആദ്യമായിട്ട് വരുന്നൊരു നടിയല്ലേ, പട്ടു പാവാടി അതൊക്കെ ഇട്ട് പെങ്ങളെ ഒരുക്കി ആദ്യ പടം അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് കാണുന്നില്ല. അവര് തമിഴോ തെലുങ്കോ ഒക്കെ ആയിട്ട് അങ്ങ് പോയി വികസിച്ച് പിന്നെ അവിടെ നിന്നൊക്കെ ഔട്ടാകുമ്പോൾ തിരിച്ചു വരും. അപ്പൊ ഇത്രയും തുണിയൊന്നും വേണ്ടതാണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടം ഏതാണ്? കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഏതാ? പാന്റാണോ, മുണ്ടാണോ, ഷർട്ടാണോ? ഷർട്ട്, പാന്റ്, ഷർട്ട്. പിന്നെ മുണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പൊ പട്ടിശല്യം കൂടുതലല്ലേ, അതുകൊണ്ട് പാന്റാണ് ഇഷ്ടം.
ഏതായിട്ടും ഓടാനൊക്കെ എളുപ്പാ. ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് ഏതാ? എനിക്ക് ഷോർട്സും ടീഷർട്ടൊക്കെ തന്നെ. അതാണ് ഞാൻ നേരത്തെ ടൈറ്ററിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ അടിയിൽ അന്ന് അണ്ടർവെയർ അടിയിലിട്ടിരുന്ന എല്ലാം കണക്കാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ, ഇന്ദ്രൻ ചേട്ടൻ സിനിമാ വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് വേണ്ടി ഭയങ്കര രസമുള്ള ഒരു പാട്ട് പാടും. ഓ ആയിക്കോട്ടെ, സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വേണ്ടി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോഴൊരു ഞറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോഴൊരു ഞറുക്കിനു ചേർക്കണേ. കണ്ണിലാണെന്റെ കരളിൽ ഉരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോഴന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ കൂറി നിന്നുടെ കയ്യിലാൽ ചോറ് വച്ചതു തിന്നുവാൻ കൊതിയേറെയുണ്ടെൻ നെഞ്ചിലായി. പമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞുപോയി. ശ്വാസം കിട്ടൂല ഇനി. കാര്യങ്ങളൊക്കെ വന്നല്ലോ. ഭയങ്കര രസമായിരുന്നു. രസമില്ലെന്ന് പറഞ്ഞിട്ട് ഇതിന് വലിയൊരു രസമുണ്ട് കേട്ടോ. ഇത് തേജ് മാസ്റ്റർ പറഞ്ഞുള്ള അറിവാണ്. രാഘവ മാസ്റ്റർ 3 സ്വരത്തിൽ ചെയ്ത പാട്ടാണ്. ആ വളരെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണിത്. തേജ് മാസ്റ്റർ പറഞ്ഞു. അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞത് കുളവാക്കുകയാണ്. ഈ പുള്ളി ഓവറല്ല, വളരെ ഓവറാണ്. എന്തെങ്കിലും പറഞ്ഞ അതിനെ ഉടനെ കയറി പിടിച്ചോളും പുള്ളി. അല്ല, ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത്. അല്ല, ഇന്നലെ സെറ്റിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞ മേലാൽ ഇങ്ങനെയുള്ള കൂറ കോമഡി അടിക്കരുത്. മനസ്സിലായില്ലേ? അല്ല ഇത് ഇങ്ങനൊരു കാര്യം തേജ് മാഷ് പറഞ്ഞുള്ള അറിവാ. ശരിക്കും പറഞ്ഞില്ലേ, ചേട്ടന്റെ ഈ വിനയം കാണുമ്പോ ചേട്ടനാണ് വിനയം എന്നുള്ള പേര് ചേരുക അല്ലേ? സത്യല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ആർക്കും നേരത്തെ വിനയൻ എന്നുള്ള പേരിടാൻ പറ്റൂല. അവൻ ജീവിച്ചു വന്ന് അവന്റെ രീതിയെ കണ്ടിട്ടില്ലേ ആ പേരിടാൻ പറ്റത്തില്ല. എന്റെ അച്ഛനമ്മയൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അതല്ലേ എനിക്ക് ഒരിക്കലും ചേരാത്തൊരു പേരാ എനിക്കിട്ട്. ചേട്ടാ, നമ്മള് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു, തമാശ പറഞ്ഞു, ചേട്ടൻ പാട്ട് വരെ പാടി. ഇനി ഒരു ഫൺ ഗെയിമാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡിൽ ഒരു വസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വാവച്ച് പറയാൻ പാടില്ല, അഭിനയിച്ച് കാണിക്കാൻ പാടില്ല. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ആ കാർഡിൽ എന്താണെന്നുള്ളത്. മനസ്സിലായോ ചേട്ടന്? നമുക്ക് ഗെയിം തുടങ്ങാമല്ലോ. ഓക്കെ, സിമ്പിൾ. വളരെ സിമ്പിളാണ്. ഞാൻ കണ്ണട വെച്ചത് നോക്കട്ടെ വ്യക്തമായിട്ട്. എനിക്ക് ചെറിയ സംശയം, ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. ചേട്ടാ, ഇതിലുള്ള തന്നെ പറയണം. അയ്യോ, ഇങ്ങനെ തന്നെ. ഇങ്ങനെയൊക്കെ വരും. ഇത് പിന്നെ ഇങ്ങനെ മാറ്റൂലേ? പിന്നെ വേറെ മാറ്റും. ഓക്കെ, ഇത് വഴുതനങ്ങയാണോ? വഴുതനങ്ങയാണോ? അല്ല, കഴിക്കുന്ന സാധനമാണോ? കഴിക്കുന്ന സാധനം കഴിക്കാൻ പറ്റൂല. കഴിക്കാൻ പറ്റൂല. പറയണ്ട. കഴിക്കാതിരിക്കാൻ വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. ചേട്ടാ, ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇനി യെസ് ഓർ നോ പറയാം. ബാൻഡേഡ് ആണോ?
ആരോ പറഞ്ഞു കൊടുത്തു ആരും പറഞ്ഞു കൊടുത്തില്ല. ആരും പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് എങ്ങനെ മനസ്സിലായി അറിയോ? ചേട്ടാ പറഞ്ഞേ. ചേട്ടാ കഷ്ടണ്ട് ചേട്ടാ, ഇങ്ങനെ ചെയ്യാൻ വേണ്ട. ഇല്ല, അത് മനഃപൂർവ്വം ചെയ്തല്ലോ. മനഃപൂർവ്വമല്ല. ഇവിടെ ഒരുപാട് കള്ളക്കുതിയന്മാര് വന്നിട്ട് എത്രയോ കള്ളക്കുതി എടുത്തിട്ട് ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ നമ്മള് വിട്ടു തന്നിരിക്കുന്നു. അല്ലേ? അടുത്തത് ഇന്ദ്രൻ ചേട്ടൻ കാർഡ് എടുക്കുന്നു, വിനയ് ചേട്ടൻ വരയ്ക്കുന്നു. ആ, അത് കൊള്ളാം. തകർക്കേട്ട എന്ത് നോക്കാനാണ്? നോക്കരുതിട്ട് ഇന്ദ്രൻ ചേട്ടാ, ഞങ്ങളിവിടെ കാണിക്കണേ. ഞങ്ങക്ക് കാണാം. ആ കണ്ടു ഓക്കെ. ഇന്ദ്രൻ ചേട്ടൻ മിണ്ടാട്ടോ, മിണ്ടാം. ഇത് വരയ്ക്കുന്ന നോക്കി പറയണം, ഞാൻ പറഞ്ഞില്ല. ഇന്ദ്രൻ സാറിന് സംസാരിക്കാം കേട്ടോ. പെട്ടെന്ന് മല ഇന്ദ്രൻ ചേട്ടാ പറയൂ, എന്താ ഗസ് ചെയ്യൂ, വെറുതെ പറഞ്ഞോളൂ. പോസ്റ്റ് ബോക്സ് അയ്യോ അല്ലേ? അത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നിയ പോസ്റ്റ് ബോക്സ് ആയിട്ട്? ഇത് എന്ത് പറയാണ്? ഇത് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. വെച്ചേക്കുന്ന സംഭവം ഇത് സുധിച്ചേട്ടന് മനസ്സിലാവില്ല. ഞാൻ പറയട്ടെ, ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നൊരു വീട്, ജനലും വാലൊന്നും ഇല്ലാത്തൊരു വീട്, അതാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഇത് പോസ്റ്റ് ബോക്സിന്റെ ഏത് ഐലൻഡ് പോലും. എന്താ മാഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് മനസ്സിലാകേണ്ട ആൾക്ക് മനസ്സിലായ പോലെ. ലക്ഷ്മി മേനോന് മനസ്സിലാണോ നിർബന്ധമുണ്ടോ? സുധിച്ചേട്ടന് മനസ്സിലാണോ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് മനസ്സിലായല്ലോ, സംഭവം മനസ്സിലായി. അടുത്തതായി ചിത്ര രചനയുടെ കുലപതി ലക്ഷ്മി മേനോനാണ് വരക്കാൻ പോകുന്നത്. ഇന്ദ്രൻ ചേട്ടൻ കാർഡ് എടുക്കും. കുലപതിയാണ്. എനിക്ക് കാണാനില്ല. അയ്യോ അടിപൊളി. എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഈ തരണ വേർഡ് ഉണ്ടല്ലോ, വളരെ നല്ല വേർഡാണ്, പക്ഷെ ഇത്ര നന്മ നമുക്ക് ഇനി വേണ്ട കേട്ടോ. ലക്ഷ്മിയുടെ കരവിരുത് ഞങ്ങൾ കാണാനിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ലെറ്റർ ബോക്സ് വരച്ചിട്ട് പൊന്നിയേട്ടാ, അടിപൊളിയായിരുന്നു അല്ലേ? എങ്ങനെ വരയ്ക്കുന്നു പറഞ്ഞിരുന്നു പ്ലീസ്. വരയ്ക്കുന്ന സംസാരിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടേ. പറഞ്ഞ ആള് തന്നെ സമ്മതിച്ചില്ലല്ലോ. ചേട്ടാ ഇത് മറ്റേ വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടി. കരവിരുതൊന്ന് കണ്ടോട്ടെ. ഇത് പച്ചക്കറി കട ആണാ? പച്ചക്കറി കട. അതെ. പച്ചക്കറിയാണെന്ന് മോളെ ഇത് കണ്ടാ മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. പയറ് അല്ല, പയറല്ലേ, പാമ്പാ. പയറിന്റെ മോളിൽ കൂടെ പാമ്പ്, പച്ചില അത് മരം, ഒരു വരം. മുരിങ്ങക്ക. അയ്യോ, ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങ. വള്ളി, വള്ളിപ്പയർ. പറഞ്ഞ ശരിയാ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ വള്ളിയുടെ കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നു, ഷമ്മിച്ചേട്ടൻ വന്നപ്പോ ഒരാള് സ്റ്റേജിൽ കയറി വന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് നമ്മളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. ഇപ്പൊ എന്ത് പറയുമ്പോൾ അയാളുടെ പേരാ പറയുന്നത്. ഇപ്പൊ ഗെയിമിൽ കൊണ്ടുവരാനാ പറയുന്നത്. അതെ, അതാരാ? നമ്മുടെ കൂട്ടത്തിലുള്ളതാ? നമ്മളെ കൂട്ടത്തിലുള്ളതാണ്. അതെ, മറ്റേ ഇന്ദ്രൻ സാറിനെ എടുക്കുന്നു, സുധിച്ചേട്ടൻ വരക്കുന്നു. അതെ, ഞാനൊരു പോസ്റ്റ് ബോക്സ് വരച്ചു എന്നുള്ളൊരു തെറ്റ് ഞാൻ ചെയ്തു. അതിന് എത്രത്തോളം വിമർശിച്ചു എന്നറിയോ? പകരം വീട്ടാം. ഇന്നത്തെ വരെ ശരിയാ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒരു കാര്യമുണ്ട്, സ്കെച്ച് കൈ പിടിക്കുമ്പോ കൈ വരയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് പണിയായി പോയിട്ടോ, ഏറ്റവും പണിയായി കൊടുത്തു. ഇന്ദ്രൻ സാറിനെ എടുക്കുന്നു, സുധിച്ചേട്ടൻ വരയ്ക്കുന്നു. നല്ല പണിയാണ് കേട്ടോ. അതെ അല്ലേ? എന്നോട് എത്ര തവണ, എന്നോട് ഈ മനുഷ്യൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നെ വരക്കാൻ വിളിക്കും, ഒരു പ്രാവശ്യം. എന്നിട്ട് ഇപ്പൊ പറയാ ഭയങ്കര പണിയായി പോയിട്ട് നിങ്ങൾ ചെയ്തത്. അപ്പൊ ഞങ്ങളോട് ഇവിടെ നിന്ന് പറയാറുണ്ടല്ലോ, ഞാനൊക്കെ ആയിരുന്നു ഈ പുല്ല് പോലെ വരച്ചു. സ്ഥിരമായിട്ട് വരയ്ക്കുന്ന ഭയങ്കര അയ്യോ ഒരു വര കാണണം. സംസാരിക്കുന്നുണ്ടല്ലേ? കാണിച്ചു കൊടുത്തേക്കട്ടാ ഭാവത്തിന്. നന്നായി. ഇത് സ്തുതിയെ കൊണ്ടേ പറ്റൂ. ഇങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടാ. വലിയ ബുദ്ധിമുട്ടാ. സുധിച്ചേട്ടന് സിമ്പിൾ ആയിരിക്കും അല്ലേ? കൊല്ലത്തിന്റെ ചിത്രകാരൻ മുഴുവൻ പേരെന്താണ്? സുധി കൊല്ലം. സുധി രാജ്മഹൽ. കൊള്ളാമോ ഇല്ലോ സുധി കൊള്ളാമോ ഇല്ലോ എന്നൊക്കെ പറയാ.
വെള്ളം എന്തെങ്കിലും വേണോ ആവോ? എന്തോ അളിയാ? ആ ഓക്കേ. ആ താലപ്പൊലി ആ താലപ്പൊലി. ആ അത് കൊള്ളാം. അതാ. അല്ലേ? അതെ അതെ അതെ. കൊല്ലത്തൊക്കെ ഈ പറഞ്ഞ സാധനം ഇങ്ങനെയാ? താലപ്പൊലിക്കല്ലോ അല്ലേ, പീലിയൊക്കെ വെച്ചിട്ട്. മീശയുള്ള താലപ്പൊലി. ഇത് മറ്റേ കാജാ ബീഡിയുടെ ആ ഇത് പാവ 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 വരുന്ന- പാവക്കൂത്ത്, ആ അത് തന്നെ. അത് ചുമട്ടുകാരൻ. പാറാവുകാരൻ. ആ ഒറ്റ ചിത്രത്തിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇതാ ദേ, കള്ളക്കളി കളിക്കാൻ നോക്കണല്ലേ? വാച്ച്മാൻ. അതെ. മുസ്തഫയുടെ പടം തോന്നുന്നു. വഞ്ചിയ. എനിക്ക് തോന്നേ ഈ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഓക്കെ. ഗൂർക്ക. കുക്കിയുടെ കത്തി, കുക്കറി, കത്തി. കുക്കറി, കുക്കറി. അയ്യോ എനിക്ക് തോന്നേ കൊടുത്ത വാക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ. വേറെ എന്തോടെ ഗൂർക്ക കേട്ടാ. നേപ്പാളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വാച്ച്മാനായിട്ട് പണിയെടുക്കുന്ന ആളില്ലേ? അല്ലേ? ആ കണ്ണും മീശയൊക്കെ ഉണ്ടല്ലേ? സൂചേട്ടാ പരാജയപ്പെടരുത്. നീ ഇവിടെ പൂജ്യം. തോക്കരുത്. എന്റെ പോസ്റ്റ് ബോക്സ് അല്ലേ? എന്റെ പോസ്റ്റ് ബോക്സ് കൊള്ളൂല. അതെ. കോട്ടവാതിൽ. അയ്യോ ഓക്കേ. അത് തന്നെ പിന്നെ മരിക്കുന്നത് കേട്ടോ. സംസാരിച്ച്. സംസാരിക്കരുത് നിങ്ങൾ. ഡോണ്ട് ടോക്ക്. മയിൽപ്പീലി. അല്ല ചെരാത് അല്ലേ? ആ ചെരാതിന്റെ നല്ലൊരു പക്ഷെ അതിന് പൂജ്യം വരയ്ക്കുന്നുണ്ട്. ആ വട്ടപ്പൂജയാണ് കലക്കി. സംഭവം. വട്ടപ്പൂജയാണെന്ന് കാണിച്ചതാ. അറിയത്തില്ലെന്ന്. സുധിച്ചേട്ടാ വരച്ച് പിന്നെ വരക്കാൻ പാടില്ലാട്ടോ. ചെയ്ത തെറ്റൊരിക്കലും അതെ, ആവർത്തിക്കരുത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലേ? അത്രേ ഉള്ളൂ. തിരുത്തി പോണം. നോക്കി പഠിപ്പിക്കരുത്. മുഖം മൂടിയാ? അല്ല, ആ മുഖം മൂടി. അതായത് മറ്റേ പൊട്ടൻ, പൊട്ട്, പൊട്ട്, പൊട്ടൻ. ചേട്ടാ അത് പബ്ലിക്കായിട്ട് വിളിക്കരുത് കേട്ടോ, മോശമാണത്. മോശം എനിക്കവിടെ വായ അവിടെ പൂജ്യം, പൊട്ട്, തിലകൻ. തിലകം. സുധി സംസാരിക്കരുത്. എന്ന് വരച്ച് തെളിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. അതെ ഈ എപ്പിസോഡ് മുഴുവൻ കഴിഞ്ഞാലും മാപ്പപേക്ഷിച്ചാൽ ഓക്കെയാണ് കേട്ടോ. വേണമെങ്കിൽ ക്ഷമിക്കാം. വേണേ ഞാൻ പറിക്കാം. പോയി. നമ്മളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ പോകാം, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരാം. ഇത് ഒരുപാട് നേരം എടുക്കും. ഒന്നും വിചാരിക്കരുത്. കിരീടം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ കിരീടം. അതല്ലല്ലോ അതിന്. കിരീടം. ആ അത്ര നമ്മൾ സമ്മതിക്കും. പക്ഷെ ഫുൾ പറഞ്ഞില്ല. കിരീടം. 2 വാക്കുകളുണ്ട്. കിരീടം അല്ലെന്ന്. കൈ കാണിക്കാൻ പാടില്ല. വിക്ടറി സൈൻ മച്ചാൻ അലമ്പ്. വിക്ടറി ആയിട്ടില്ല. ഇത് മറ്റേ 2 വാക്കുകളുണ്ട് കേട്ടോ. അതിലൊന്ന് കിരീടമാണ്. മുൾക്കിരീടം. നീ ഫസ്റ്റ് വരച്ചോ. വര. അതൊരെണ്ണം വെച്ച് കൊടുക്കാം. വരയ്ക്ക്. എന്ത് ചോദിക്കടാ? എന്താ നിനക്ക് പ്രശ്നം? എന്താ കിട്ടുന്നില്ല. അല്ല എന്താണെന്നറിയോ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് വരക്കുമ്പോ അവിടെ നിന്ന് പലതും പറയാറുണ്ട് അല്ലേ? അതെ. ഇനി പറയുമ്പോ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇനി മിണ്ടില്ല അവിടെ പോയിട്ട്. പ്രജ, രാജാവ്. അല്ല കിരീടം ഒരു വാക്കാണ്. കിരീടം ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോകണം, രാത്രി കിടന്ന് ഉറങ്ങണം. ഇനി ഒരു തരം ഇല്ല. അതെ അതിന് മുമ്പിലത്തെ. ഇനി അടുത്ത വാക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വന്ന് വരച്ച് കാണിച്ചു കൊടുക്കൂ പ്ലീസ്. എനിക്ക് തോന്നുന്നില്ല നടക്കുന്നിട്ട്. പിന്നെ നോക്കാതെ വരയ്ക്കലില്ല. എന്താ നിങ്ങളുടെ ഓർക്കസ്ട്രേഷൻ അവർക്ക് അല്ല വേറെ സാധനം കയ്യിലിരിക്കല്ലേ, ധൈര്യമായിട്ട് വരെ. ആ ഇത്രയും സ്ഥലം കിടക്കി. നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും വൃത്തികേടായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. സൂചന കളിയായി കഴിഞ്ഞാൽ സൂചന മുഖം കറുപ്പിക്കും. കരയോ? ഇതിൽ ഇനി എന്തോന്ന് കർപ്പിക്കാനാ? ഇതിൽ കൂടുതൽ പറ്റില്ല. എന്താണ്? എന്നെ വെറുതെ ഇല്ല വരച്ച് തെളിഞ്ഞിട്ട് പോയാ മതി. എന്തായാലും നമ്മള് ഫ്രണ്ട്സ് അല്ലേ? എന്തായാലും നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ഈ സംഭവം ഒന്ന് വിനയം എന്ന് പറയും. നമുക്ക് ഏത്തടിച്ചിട്ട് ഏത്തടട്ടെ. ഒരു കാര്യം ചെയ്യാം, ഒരു 5 ഏത്തമിടുക. എന്നിട്ട് ചേട്ടന്റെ പ്രശ്നം മിസ്റ്റർ സുമേഷ് പരിഹരിക്കുന്നതായിരിക്കും. അല്ല അല്ല ഒരു 5 ഏത്തം ഇട്ടിട്ട് പോയാ മതി. അടുത്ത നറുക്ക് സുമേഷ്. അയ്യോ അയ്യോ നിഷ്കളങ്കത നിന്റെ പേരോ? പിന്നെ എന്തെങ്കിലും ഒരു കൺസെഷൻ തന്നൂടെ? ആ ഓ അയ്യേ കിരീടം നഷ്ടപ്പെട്ടത്. വരൂ വേഗം. സാബുചേട്ടാ ജനിച്ചപ്പോ തന്നെ വീട്ടുകാരെ തോൽപ്പിച്ചു അല്ലേ? സുമേഷ് എന്ന് പറഞ്ഞൊരു പേരിട്ട് വീട്ടുകാർ തോൽപ്പിച്ചു. ചേട്ടാ സ്ഥലം എവിടെയാ? സ്ഥലം അതും തോൽവിയാണ്. സ്ഥലം പഴന്തോട്ടം.
അങ്ങനെ സ്ഥലമുണ്ടോ? പിന്നെ പഴം പോലെ ആ തോട്ടത്തിലെ പഴമാണോടാ നീ? അതെ. വരച്ചോളൂ. കിരീടം ഉറപ്പിച്ചു. ആ കിരീടം ഒരു വാക്ക്. പഴംതോട്ടത്തിന്റെ കലാകാരൻ ഇല്ലേ? കാണിക്കാൻ പാടില്ല. സാബു ഡയലോഗ് കുറച്ചോ, നീ അടുത്ത വരേണ്ടി വരും. എന്താണിത്? താളടിക്കാനല്ല, വരയ്ക്കാന്. വരയ്ക്കൂ. മാറി മാറി മാറി. ഞാനൊന്നും പറയുന്നു. ഞാൻ മലയാളത്തിലല്ല ഇവിടെ പറയുന്നത്. കിരീടം ഉറപ്പിച്ചു സാർ. ഇതെന്താണ് ഇത്? കരയുന്നു പുഴ. ഏയ് അഭിനയിക്കണ്ട കേട്ടോ ഇവിടെ. അഭിനയിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട അഭിനേതാക്കളുണ്ട് ഇവിടെ. വരച്ച് കാണിച്ചാ മതി. കുത്ത് കുത്ത്. കണ്ണ്. കരയുന്നു. തുള്ളികൾ. കണ്ണീർ തുള്ളി. ദേ അതന്നെയല്ലേ വരയ്ക്കണത്? കണ്ണീർ. സംശയം. കണ്ണീർ തുള്ളിയെ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ മാറിപ്പോയി തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഈ എഴുതി വെച്ചതല്ല എന്തായാലും വരക്കണം. അതായിട്ടൊരു ബന്ധം പോലും ഇല്ല. മീശ. കണ്ണീർ. മീശയും കണ്ണീരൊക്കെ. വടി. അയ്യോ. സാബുചേട്ടാ, കിരീടവടി. വര 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 കിരീടം. ഇവിടെയുള്ള ആളെ തളർന്നിരുന്നു കണ്ടാ. സവാരി ഗിരിഗിരി വരവരഗിരി. ഇട്ടാൻ പാടില്ല. ഉള്ള കാര്യം പറയാലോ. വടി. വാൾ. നാളത്തെ വാൾ. കൊടുവാള്. പൊതുവാൾ. അതെ, ഒരു ഞാൻ support ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റിനുള്ളിൽ വന്ന് ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ, വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സാബുച്ചേട്ടനായിരിക്കും. ഞാൻ പക്ഷേ ഏത്തട്ടിങ് വരും. 5 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ തന്നെ. ഇതുപോലെ അല്ലാട്ടാ. ഇനി ചേട്ടന്മാർ ഇവിടെ ഇങ്ങനെ വരക്കുമ്പോ അവിടെ നിന്ന് അതും ഇതും പറയാൻ നിൽക്കരുത്. അതെ, മനസ്സിലായോ? നമ്മളെ അതെ, ഒരു അഞ്ചെണ്ണം. എന്നിട്ട് ഇവിടെ അതെ. എന്താണത്? ഇനി സാബുചേട്ടന്റെ സ്ഥലം നെടുമങ്ങാടോ? ഇനി അടുത്തായിട്ട് വരക്കുന്നതിന് മുമ്പായിട്ട് സാബുചേട്ടന്റെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങാം. നെടുമങ്ങാട്. നെടുമങ്ങാട്. നെടുമങ്ങാട് എവിടെയാണ്? നെടുമങ്ങാട് തിരുവനന്തപുരത്തിന് അടുത്ത. നെടുമങ്ങാട് എവിടെയാണെന്ന് എനിക്കറിയാം. നെടുമങ്ങാടിൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? നെടുമങ്ങാട് പഴുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വന്ന് ആൾക്കാർ ഇത് മൊത്തം പഴങ്ങളാണ് ഇവിടെ. അതെ അതെ അതെ, സമ്മതിച്ചല്ലോ. അതെ. ഇതിപ്പോ ഞാൻ വരയ്ക്കണോ? വേണം. ആദ്യമേ ഏത്തിട്ട് കഴിഞ്ഞാൽ പ്രസന്റ് ഇല്ല, ചെയ്യും. ഇല്ല, ഇല്ല, ഇല്ല. അതായത് കിരീടം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഉറപ്പിച്ചു. ഇനി അടുത്ത വാക്കാണ് വരക്കാൻ പോകുന്നത്. അംഗൻവാടിയിലത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടാ. ചേട്ടാ മറ്റേ പൂഞ്ഞാട്ടിയില്ല ചേട്ടാ? എന്തൊക്കെയോ വരച്ചിട്ട് പറയണേ. ചേട്ടാ 2 വാക്കുണ്ട് ചേട്ടാ. അതിലൊന്ന് കിരീടം. അടുത്ത വാക്കാണ് സാബു ചേട്ടൻ വരക്കാൻ ശ്രമിക്കുന്നത്. കിരീടവും എനിക്ക് വയ്യ. ചേട്ടാ ഇത് അല്ല, പാളയെന്ന് വെള്ളം ഇറ്റ് വീഴുന്ന. ഇല്ല, 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 വരച്ചിട്ട് പോയാ മതി. ഞാനിത് പിടിച്ചും പോയി. നമുക്കൊരു കാര്യം ചെയ്യാം. സാബു ചേട്ടനും കിട്ടിയില്ല വെച്ചാ ഓഡിയൻസിൽ എന്തൊക്കെയോ പെൺകുട്ടി വരട്ടെ. നന്നായി വരക്കണം ആരെങ്കിലും. ഓക്കെ, എന്തൊക്കെയോ വരക്കുന്നുണ്ട്. കിട്ടില്ലായിരിക്കും, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇത് മറ്റേ പാടത്ത് കുത്തി വെക്കുന്ന സാധനമില്ല, നോക്കൂത്തി. ലൗച്ചിന്നോ തലേന്ന് ഒരു ചേട്ടൻ മറ്റേ നിങ്ങളുടെ ഫേവറേറ്റ് സാധനത്തിലേക്ക് പോയിട്ടോ. മദ്യക്കുപ്പി. മാർപ്പാപ്പ. അയ്യോ, എന്നെ കൊല്ല്, എന്നെ കൊല്ല്. പാപ്പ മാറ്. മതി, പോയിക്കോ. അഞ്ചേത്തം. മാർപ്പാപ്പയുടെ 2, 3, 4, 5. എന്റെ സ്പെഷ്യൽ 6. ശരി. ഇനി ഓഡിയൻസ് ഓഡിയൻസ് കിരീടം വെട്ടി വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഉറപ്പുള്ള ആള്. ആരാണ്? പക്ഷെ മോനെ ഇതിലും ദാരുണമാവരുത് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി മോനെ ഒരു തോൽവി കൂടി താങ്ങാനുള്ള ശക്തി ഇല്ല കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോട്ടെ. ആയിട്ടില്ല. എന്താ രണ്ടിലൊന്നും ചിരിക്കുന്ന മുഖം. ഇതൊക്കെ ഞാൻ വരച്ചടാ. വരച്ചാ നേരത്തെ വരച്ചാ എന്റെ പൊന്നു മോനെ. മോനെ അത് മനസ്സിലായി. ഒരു മനുഷ്യൻ. ഓക്കെ, മനുഷ്യൻ മനസ്സിലായി. മോനെ കിരീടം വരച്ചടാ. വരച്ചു.
അടുത്ത് എങ്ങനെയാന്ന് നോക്കണം. സാന്റക്ലോസ് ആണ്. തീവെട്ടി, കിരീടവും തീവെട്ടി, വല്ലാത്ത രൂപമായി പോയതാ. മെഴുകുതിരി. ചേട്ടൻ തകർത്തുട്ടാ. ഞാൻ പറയട്ടെ, എനിക്ക് കണ്ടിട്ടൊരു വേണ്ട, കൈത, പറയുന്നില്ല. അതന്നെ കൈത. മെഴുകുതിരിക്കാൽ, പോയിക്കോ. നമ്മൾ വേറെ വല്ല നല്ല കൊള്ളാവുന്ന പെമ്പിളേരെ വിളിക്കാം. പാറാവ്, അതെ. കുന്തം, കുന്തവും ആർക്ക്? നമ്മൾ അവരുടെ ഗേൾ പവർ കാണിക്കണം. വേണ്ടേ? കുന്തം, അതാണ് നല്ലത്. ഇതിന്റെ വേറെ. വേണ്ട, തെറ്റില്ല ആർക്കും. ചെങ്കോൽ, കിരീടം. അടിപൊളി. ഒരു മിനിറ്റ്, പേരെന്താ? ബാലു. എവിടെ വീട്? അപ്പൊ അടിപൊളി. ഇതന്നെ നല്ല തൊഴിലാക്കാം. താങ്ക് യു. അതാണ് നീ വാള് പോലെ വെട്ടോത്തി പോലെ വരച്ചു വെച്ചത്. ഇതൊക്കെ ഞാൻ വരച്ച് കാണിച്ചു. അതെ, പോവാനായിട്ടില്ല. നിങ്ങൾക്ക് ശിക്ഷയാണ് ഇവിടെ നിങ്ങൾ നിൽക്കി തരുന്നത്. അല്ല, ഞങ്ങളെ ശിക്ഷ. ഏത്തമിട്ടു. എന്റെ സ്പെഷ്യലായിട്ട് 6ാമതും കൂടെ ഒന്ന് തന്നായിരുന്നു ഏത്തം. അത് വേണ്ടത്. അതെ, നമുക്ക് കാര്യം സുമേഷ് ഏട്ടൻ ഒരു പാട്ടായിക്കോട്ടെ. ശിക്ഷയായിട്ട് ഇവർക്ക് ശിക്ഷ. ശിക്ഷ അല്ല, ആ പാട്ട് മൊത്തം ആളുകൾക്കായിരിക്കും ശിക്ഷ. അതാ ഞാൻ പറയാം, അവർക്ക് ശിക്ഷ ആവട്ടെ. ഏറ്റവും നല്ല ശിക്ഷ വിനയെ കൊണ്ടൊരു പാട്ട് പാടിക്കുന്ന. അല്ലല്ല, ഈ കാര്യത്തിൽ ഞാൻ വിനയനെ കളി മാറും. അല്ല, വേറൊരു കാര്യമുണ്ട്. സുമേഷേ നന്നായിട്ട് പാടുന്നതാ. സുധിയെ കൊണ്ട് പാടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ശിക്ഷയാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഇത്തവണ സുമേഷ് ഏട്ടൻ പാട്ടെ. കമോൺ. Yes, Amasia, danza, awase, amase, ndala, rara, varasa. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാത്, പോരണ്ട പോരണ്ടാത്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാത്, പോരണ്ട പോരണ്ടാത്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ടാന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട പോരണ്ട. പറഞ്ഞായിരുന്നല്ലോടാ, ഇനിയെങ്കിലും പോകാമോ? ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നറിയാം. എന്താണ്? അപ്പോഴേ പറഞ്ഞില്ലേ പാടണ്ട പാടണ്ട. പറ്റിപ്പോയി. പ്രൊഡ്യൂസറിന്റെ തെറ്റാണത്. പണിയൊക്കെ ഇഷ്ടമായി. നാളെ പോലെ പണിക്ക് വരണ്ട. നീ മാത്രം, ഞങ്ങളിവിടെ ഉണ്ട്. അല്ല, ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. എല്ലാവരും വര പഠിച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഇനി നമ്മളിവിടെ വരക്കുമ്പോ അതും ഇതും പറഞ്ഞ് വെറുപ്പിക്കാണ്ട് അല്ലേ, അപ്പൊ അവിടെ പോയി ഇരുന്നോളൂ. അറിയാതെ വല്ലതും പറഞ്ഞാലും ഇത്തിരി ക്ഷമിച്ചേക്കണം. അതെ. ഓക്കെ ഓക്കെ. എങ്കിലും വര നന്നായി. താങ്ക് യു. ഞാൻ കറക്റ്റായിട്ട് വരച്ചായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. കുറേ നാളത്തെ കൂടെ ചേർത്ത് മൊത്തത്തിൽ ഒരു പണി. അതെ, ആ മൈക്ക് തന്നെ. കൊടുത്തരേ മൈക്ക് കിട്ടി കഴിഞ്ഞാണ്ടല്ലോ അതും തിന്നിരുന്നോളൂ. ശരി, അപ്പൊ ഓടാ സുമേഷേ. എനിക്ക് തരാണ്ട് ഒറ്റയ്ക്ക് തിന്നരുത്. കാത്തിരുന്നു പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി, വേനലിൽ ദലങ്ങൾ പോയി വളകളൂർന്നു പോയി. വീട്ടിലെ പൂന്തോട്ടം മുഴുവൻ തലയിൽ എണ്ണിയിട്ട് ഒരാൾ വരണം. പൂന്തോട്ടമല്ല, വീട്ടിലെ പൂ വെച്ചുകൊണ്ടുവന്ന് നശിപ്പിച്ച്. എന്റെ എന്തിരുവിനെ കാണാൻ വന്നതാ. എന്തരോ എന്തരല്ല, എന്റെ എന്തിരുവിനെ കാണാൻ വന്നതാ ഞാൻ. അറിയില്ല. ആളമാരെ പോയി. എന്നെ അറിയില്ല. അറിയില്ലാന്ന് പറഞ്ഞില്ലേ, മലയാളം മനസ്സിലാവില്ലേ? ഐ വട്ടം കറങ്ങി എവിടെ പോകുന്ന അങ്ങോട്ടില്ലേ? അറിയോ ഇല്ലയോന്ന് അറിയണ്ടായോ? എന്റെ മുഖത്ത് നോക്ക്.
എന്നെ അറിയുന്നില്ല. നീ അറിയില്ല? നല്ലോണം ഓർത്ത് നോക്ക്. ഐ അറിയില്ലാന്ന് പറഞ്ഞില്ല ഉള്ളേ. തള്ളയാ നിന്റെ കണ്ടിട്ട് തള്ളയുടെ പ്രായം വരുന്നുള്ളോ? ദൈവമേ, ഒരു ലവ് സീൻ ക്രിയേറ്റ് ചെയ്ത് വന്നതാ, നശിപ്പിക്കാൻ തുടങ്ങിയല്ലേ ഭഗവാന്. മിണ്ടല്ലേ. പറയൂ. ഓർക്കുന്നില്ലേ പണ്ട് കുട്ടിക്കാലത്ത് ഒരു കൊച്ചു നിരയിട്ട കടയിൽ വാട പോലും കെടുക്കാതെ ഒരു തുരുമ്പെടുത്ത മിഷീനും ചവിട്ടി ഒരു പെട്ടെന്ന് പറഞ്ഞിരുന്ന നന്നായിരുന്നു. ഞാനിതൊന്ന് ക്രിയേറ്റ് ചെയ്തോട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്ന പഴയ love scene ആ. പണ്ട് കുട്ടിക്കാലത്ത് ഒരു കൊച്ചു നിരയിട്ട കടയിൽ റിവൈൻഡ് അടിച്ച് ഞാനിതൊന്ന് ഒപ്പിച്ചോട്ട് നിർത്തിയെടുത്ത് തുടങ്ങിയാ മതി, പിന്നെയും പോകരുത്. നിർത്തി നിർത്തി പറയാൻ ആരാ? നെടുമുടി വേണുവാന്നോ ഇത്? ഞാൻ ഒന്ന് തുടങ്ങിക്കോട്ട്. പണ്ട് കുട്ടിക്കാലത്ത്, നേരെ പറയാം, പണ്ട് കുട്ടിക്കാലത്തെ അതാണ് അതല്ലേ പണ്ട് കുട്ടിക്കാലത്ത് ഒരു കൊച്ചു നിരയിട്ട കടയിൽ തുരുമ്പെടുത്തൊരു മിഷീനുമായിട്ട് ഇരുന്ന് വള്ളി നിക്കർ വിട്ട് പൊടിമീശക്കാരൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കടയിലേക്ക് ഒരു ചുമന്ന ബ്ലൗസും പട്ടുപാവാടയും എടുത്ത് ഒരു വെളുത്ത സുന്ദരി ചേട്ടന്റെ കടയിൽ വന്നിരുന്ന ബട്ടൺസ് തുന്നുമായിരുന്നു. ബട്ടൺസ് തിന്നാനോ? ആഹാരം കഴിക്കട്ടെ. ബട്ടൺസ് തിന്നാനല്ല, ബട്ടൺസ് തുന്നുമായിരുന്നു. ആ കൊച്ചു സുന്ദരി ഓർക്കുന്നില്ലേ ചേട്ടൻ? ആ വെളുത്ത സുന്ദരിയ ഒന്ന് ഓർത്ത് നോക്കൂ. സുഖം. എടി സുഗന്ധവല്ലി. സുഗന്ധവല്ലി. ആ സുഗന്ധവല്ലിയാ ഞാൻ. ഇപ്പൊ മനസ്സിലായോ? വെളുത്ത സുന്ദരി. എന്താ കുഴപ്പം? എന്താ ഒരു കുഴപ്പമില്ല, വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും. അയ്യോ, എന്നൊരു കളിയാക്കി ഞാൻ വെച്ച് താലി കെട്ടാൻ വന്നേ. ഞാൻ ചെറുക്കനെ ആലോചിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ കാര്യം പറയാൻ വന്നത് കേട്ടോ. സാർ മോളെ നീ കേൾക്കണം. അത്രയ്ക്ക് ഭയങ്കര ഞാനും ചേട്ടനും തമ്മിൽ ഇപ്പൊ മനസ്സിലായല്ലോ ചേട്ടനെ. ആ സുഗന്ധവല്ലേ ഞാനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം ആ നാട്ടുകാർ മൊത്തം അങ്ങ് വഷളാക്കി. ഞാൻ അങ്ങോട്ട് പുറത്തോട്ടിറങ്ങാൻ പറയുന്നതാ, ദേ ഇന്ദ്രന്റെ സുഗന്ധവല്ലി പോന്നു, ഇന്ദ്രന്റെ സുഗന്ധവല്ലി പോന്നു. ഇത് നാട്ടിൽ മൊത്തം അങ്ങ് നാറ്റ കേസായി. എന്നിട്ട് നാട്ടിൽ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ എന്നെ വിളിക്കുന്നതാ, ദേ ദുർഗന്ധവല്ലി പോന്നു, ദുർഗന്ധവല്ലി പോന്നു. പിന്നെ എങ്ങനെ നമ്മളെ കേട്ടോണ്ട് നിൽക്കുന്നത്? പക്ഷെ എന്തായാലും ശരി തന്നെ മോളെ. സാറേ, ഞാൻ ആ കൊച്ചു കടയിൽ അങ്ങോട്ട് കാല് കുത്തി. സാറ് തൊട്ടടുത്ത മാസം തന്നെ ഒരു കട തുടങ്ങി, സാറ് പച്ച പിടിച്ചു. രണ്ടാമത് സാർ വീണ്ടും ഒരു കട തുടങ്ങി, സാറ് പച്ച പിടിച്ചു. മൂന്നാമത് വീണ്ടും സാറൊരു കട തുടങ്ങി, സാറ് പച്ച പിടിച്ച്. നാലാമത് വീണ്ടും സാറൊരു കട തുടങ്ങി, നീ പച്ച പിടിച്ച്. എന്റെ 3 കടയും പോയി. അല്ലേ? അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പെണ്ണുങ്ങൾ പറയുന്ന വാക്കുകൊണ്ട് തുള്ളിക്കഴിഞ്ഞാല് കട മാത്രമല്ല കുടുംബം വരെ പോകും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാ. നീ ഇപ്പൊ എവിടെ താമസിക്കുന്നേ? എന്തിനാ? എന്റെ ഈ 3 കട പോയ ഏത് വഴിയെന്ന് അറിയാലോ. ചത്തകുഞ്ഞന്റെ ജാതകം വായിക്കാൻ നടക്കുക വീണ്ടും വീണ്ടും ആയിട്ട്. അപ്പൊ ഇപ്പോഴും കാത്തിരിക്കണോ ഇന്ദ്രൻ ചേട്ടന്? ഇപ്പോഴും ഞാൻ കാത്തിരിക്കുക. എത്ര നാളുകൊണ്ടുള്ള കാത്തിരിപ്പെന്നറിയാവോ? കണ്ട ഇന്ദ്രൻ ചേട്ടാ കല്യാണം പോലും കഴിക്കാണ്ട് കാത്തിരിക്കുകയാണ്. കല്യാണം കഴിച്ചില്ലെന്ന് ആര് പറഞ്ഞു? എടി അതതിന്റെ മുറ പോലെ നടന്നു പോകുന്നുണ്ട്. പിന്നെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി. കാത്തിരിക്കുന്നുണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഇപ്പോഴും കാത്തിരിക്കുക. പിന്നെ മോളെ ഒരു കാര്യം, ദൈവമേ, ഒരു സ്ത്രീകൾക്കും ഈ മണ്ടത്തരം പറ്റരുത്. മോളെ കല്യാണം കഴിച്ചാന്നോ? കല്യാണം കഴിച്ചാന്നോ? എന്നാ നിനക്ക് ഈ ആപത്ത് വരരുത്. എൻ്റെ പൊന്ന് സാറേ, കല്യാണം കഴിഞ്ഞ് നിനക്ക് അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ, ഇത് ഇന്ദ്രൻ. ചന്ദ്രൻ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ കടുത്ത് കെട്ടി കൊടുത്തു. എന്തായാലും നല്ലൊരു ഭാവിയല്ലയോ. നേരെ ചെന്ന് കല്യാണം കഴിക്കാനായിട്ട് പെണ്ണൊക്കെ കണ്ട് ആദ്യ രാത്രി കല്യാണം കഴിഞ്ഞിട്ട് പാലുമായിട്ട് ചെന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ്, നമ്മൾ തമ്മിൽ ഇനി പുതിയൊരു ജീവിതം തുടങ്ങുക. എന്തെങ്കിലും മനസ്സിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് നാളെ പോലും നല്ലൊരു ജീവിതം തുടങ്ങാമെന്ന്. അങ്ങനെ കക്ഷി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് പണ്ടൊരു ലവ് ഉണ്ടായിരുന്നു, നിന്നെ കണ്ട ശേഷം ഇപ്പോൾ ഇതൊന്നുമില്ല, നിനക്കങ്ങനെ വല്ലതും ഉണ്ടോന്ന്. പിന്നെ കുരു കൊണ്ടുപോകാനായിട്ട് ഞാൻ എന്തോ ചെയ്തിടി. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഇന്ദ്രൻസ് ചേട്ടനുമായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു, കക്ഷി വലിയ സിനിമാ നടനാന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കക്ഷി ചാടി എണിച്ചു, ഭയങ്കര സന്തോഷം. ഫോൺ എടുത്തിട്ട് പറയാ, എടാ എവിടെയാടാ നീ? എടാ പണ്ട് സിനിമാ നടൻ പ്രേമിച്ച് കെട്ടാൻ പറ്റാത്തൊരു പെണ്ണിനെ എടാ ഞാൻ കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ കട്ട് ചെയ്തിട്ട് രാവിലെ 11 മണിവരെ കിടന്ന് ഒറ്റ ഉറക്കം. അന്നേ ഞാൻ അങ്ങനെ രാവിലെ എണീച്ചൊരു ചായ കൊണ്ട് കൊടുത്തിട്ട് നേരെ TV ഇട്ടിട്ട് പോകും. നേരെ ഇന്ദ്രൻ ചേട്ടൻ TVക്കകത്ത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ദോ ഇതാ ഇന്ദ്രൻ ചേട്ടൻ സിനിമ നടനെന്ന്. ആ കുടിച്ചാൻ വെച്ച ചായ തറയിലോട്ട് വെച്ചിട്ട് ചെവി കല്ല് കൊടുക്ക എന്റെ ചെവിക്കല്ലിൽ. എന്തിനാ തല്ലേ? ഈ ചെവിത്തോണ്ടിയേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളോടി ചോദിച്ചോട്ട്. അതും പോട്ട്. ആ അടി കഴിഞ്ഞ ശേഷം സാറേ വീട്ടിൽ എത്ര TV എന്നറിയാ തല്ലിപ്പൊട്ട്. എല്ലാ ദിവസവും ഓരോ സിനിമ വരും, ഇതിനകത്ത് ചേട്ടന്റെ മുഖം കാണും, TV അടിച്ച് പൊട്ടിക്കും, എൻ്റെ ഒരു പല്ല് പോകും. അങ്ങനെ ഞാൻ വീട്ടിലെ കേബിളും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇദ്ദേഹത്തെ കാണത്തില്ലല്ലേ. നേരെ അയലത്തെ വീട്ടിൽ പോയിട്ട് അവിടെ നോക്കും, TVക്കകത്ത് ഇന്ദ്രന്റെ തലയുണ്ടോന്ന്. ആ TV 3 എണ്ണം അടിച്ചു പൊടിച്ച് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ദേവി ചെയ്ത് ഇനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇപ്പോഴും ഓർത്തല്ലേ. പിന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വന്നത് എനിക്കിത് ഈ ഭാരം ചുമക്കാൻ വയ്യ. കുട്ടിക്കാലത്ത് പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നതാ.
ഒരുണ്ട നൂല് എന്നാ പിടിച്ചോ. നിനക്ക് പട്ടം പറത്തണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരുണ്ട നൂല് തന്നത് ശരിയാണ്, പക്ഷെ അത് വെള്ള നൂലല്ലേ? വെള്ള നൂല് തന്നിട്ട് വർഷം എത്രയായി പട്ടം പറത്താനായിട്ട്? മഴയും കാറ്റും കൊണ്ടതങ്ങ് കരിമൺ അടിച്ചു പോയതാ. തൽക്കാലം ഇത് ഇരിക്കട്ടെ കേട്ടോ. നൂലേ അവിടെ ഇരുന്നോട്ടെ, ഞാൻ പോന്നു കേട്ടോ. അല്ല എന്തിനാ ഇപ്പൊ നൂല് കൊടുത്തിട്ട് പോകുന്നത്? നൂല് കൊടുത്തിട്ട് അഥവാ എപ്പോഴെങ്കിലും എന്റെ കാര്യം ഓർത്ത് പശ്ചാത്താപം തോന്നി ആത്മഹത്യ ചെയ്യണമെന്ന് കയറ് തിരക്കണ്ടല്ലോ, ഒരു നൂല് മതി. അങ്ങനെ തൂങ്ങിച്ചാവണമെങ്കിൽ നൂലല്ലല്ലോ, കയറല്ലേ വേണ്ടത്. കയറല്ലേ വേണ്ടത്, നൂലല്ലല്ലോ. അതെ, ഈ ശരീരത്തിന് ഈ നൂലിന്റെ കാര്യമൊക്കെ ഉള്ളു, അതുകൊണ്ട് അങ്ങ് തീർന്നോളും കേട്ടോ. അല്ല പിന്നെ ചേട്ടാ, അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മുന്നോട്ട് പോയിട്ട് ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലും ഒരുപാട് മികച്ച വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ചേട്ടൻ്റെ വേഷങ്ങൾ കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കാതെ വേറെ തലത്തിലേക്ക് ചേട്ടൻ്റെ വേഷങ്ങൾ എത്തിട്ട് ഒരുപാട് നാഷണലും ഇന്റർനാഷണൽ അവാർഡ്സ് ചേട്ടനെ തേടി വരട്ടെ. ജീവിതത്തിലും കരിയറിലൊക്കെ ഒരുപാട് ഭാവങ്ങൾ കേട്ടോ, ഒരുപാട് ഉയർച്ച ഉണ്ടാവും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ മറ്റൊരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ വീണ്ടും വരും. കീപ് വാച്ചിങ് ഫ്ലവേഴ്സ് TV. Yeah.